ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ ആയിട്ട് കുറേ സ്നേഹനിധികളായ ആൾക്കാർ നമ്മളെ കാണാൻ വരുമല്ലേ. അവർ നമുക്ക് ആപ്പിളോ മുന്തിരിങ്ങോ ഓറഞ്ചോ ഒന്നും തന്നെ കൊണ്ടുവരില്ല. പകരം കുറേ ചോദ്യങ്ങളായിട്ടാണ് വരിക. അതന്നെ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ. ഇതിലെന്താ ഇതിപ്പം വലിയ കാര്യമല്ലേ. ആദ്യത്തെ വളരെ വ്യത്യസ്തമായ ചോദ്യമാണ്, പാലുണ്ടോ? എന്താ കൊള്ളാല്ലേ. രണ്ടാമതായിട്ട് കുട്ടീനെ അങ്ങോട്ടങ്ങോട്ട് സ്കാൻ ചെയ്യും. കുട്ടീനെ ഒന്ന് സ്കാൻ ചെയ്ത് തല മുതൽ മുടി വരെ നോക്കിയിട്ട് ഇത് കറുത്താണോ വെളിച്ചമാണോ ചുവപ്പാണോ പച്ചയാണോ വയലറ്റാണോ എന്നൊക്കെ ഒന്ന് തീരുമാനിക്കണം. അതിനുശേഷം അതിൻ്റെ തൂക്കം ഒന്ന് നിശ്ചയിക്കണം. എന്നിട്ട് വേണമല്ലോ, തൂക്കം ഒന്നും ഇല്ലാത്തത് അമ്മയുടെ ആണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് തലയിൽ വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമാണല്ലോ അല്ലേ. പിന്നെ സെക്കൻഡ് ഡെലിവറി ആണെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് വരും, പ്രസവം നിർത്തിയോ? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊരു മനസ്സുഖം. അപ്പോൾ തിരിച്ച് മനസ്സുഖം നമുക്ക് കൊടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളെ പോസ്റ്റ്മോർട്ടം ഡേയ്സിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് ആങ്സൈറ്റി അടിച്ച് പാലില്ലാത്തത് കൊണ്ടൊക്കെ നമ്മളൊരു വൃത്തികെട്ട അമ്മയാണെന്ന് സ്വയം തീരുമാനിച്ച് നമ്മൾ നല്ല പോസ്റ്റ്മോർട്ടം ഡേയ്സ് അങ്ങനെ തള്ളി നീക്കുമല്ലേ. അപ്പോൾ ഇത്തരം ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒന്ന് ആ കിടക്കുന്ന പണി സുഖമാണോ എന്നുള്ളത് ഈ വൃത്തികെട്ട ചോദ്യം കൂടി ഒന്ന് ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. എന്തിനാണ് വെറുതെ മനസ്സുഖത്തിൻ്റെ ഇടക്ക് ഇങ്ങനെ കുറച്ചൊരു മോശം ഇതും കൂടി ഉണ്ടാകുന്നത് നല്ലതല്ലേ അല്ലേ. ഇനി കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ആദ്യമേ ഇങ്ങനത്തെ ചോദ്യത്തിന് കുറച്ച് ഉത്തരം കണ്ടുവച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങോട്ടേക്കൊരു മനസ്സുഖം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ടേക്കും ഒരു മനസ്സുഖം കൊടുക്കാൻ വേണ്ടി പറ്റും.